സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ പെട്ടെന്ന് കൊണ്ട് കൊടുക്ക. കഴിക്കേ. എടാ കഴിക്കേ. കഴിക്കേ.
എന്റെ വിവാഹത്തിന് നീയും സോഫി എന്റെ കൂടെ ഉണ്ടാവണമെന്ന് എന്റെ ആഗ്രഹം. സോഫിക്ക് ഞാൻ ഇൻവിറ്റേഷൻ അയച്ചു. പക്ഷേ നിനക്കയക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. എന്നെ കുറ്റപ്പെടുത്തലേ ലച്ചു. നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നോണ്ട് ഞാൻ ഇക്കാര്യം അറിയിക്കാത്തത്. മനസ്സാകെ തകർന്നിരിക്കുന്ന നിനക്ക് ഇവിടെ വന്ന എങ്ങനെയാ ഒന്ന് ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയ, എങ്ങനെയൊന്ന് സന്തോഷിക്കാൻ കഴിയ. അതുകൊണ്ടല്ല ലച്ചു നിന്നെ ഞാൻ ക്ഷണിക്കാഞ്ഞത്. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ ഇടനെഞ്ച് പൊട്ടുക. എന്ത് വില കൊടുത്തും നിന്നെ ഞാൻ രക്ഷിക്കാന്ന് ഒരിക്കൽ ഞാൻ വാക്ക് തന്നതാ. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല എന്ന് ഓർക്കുമ്പോ ആഹാ, നീ ഇങ്ങനെ മനോരാജ്യം കണ്ടിരിക്കുക. സ്വപ്നം കാണലൊക്കെ പിന്നെയാവാം. നേരെ സന്ധ്യാവാറായി. വേഗം കുളിച്ചു പോയി വിളക്ക് കൊളുത്ത്. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ഗുരുവായൂരിൽ വന്നെത്തുവാനല്ലയോ ഇരുപാദമെനിക്കു നൽകി തിരുമുമ്പിൽ താണു വണങ്ങുവാൻ. സോഫി, എന്തൊരു അതിശയത്! കല്യാണത്തിന് 2 ദിവസം മുമ്പ് വരാന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വാ അച്ഛാ, വാ അച്ഛാ. അച്ഛന് സന്തോഷമാവുന്നു എന്നെ കാണുമ്പോ. അച്ഛാ, ഓ ഈ അച്ഛനത് എവിടെ പോയി കിടക്ക? ആ അച്ഛാ, ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കി. അല്ല, ഇതാര്? സോഫിയോ? നന്നായി കുട്ടി നീ നേരത്തെ വന്നത്. ഇനി ഇവിടെ എന്തിനൊരാളുണ്ടല്ലോ. ആ ഉവ്വ് ഉവ്വ്. അച്ഛൻ അറിഞ്ഞൂടാ ഇവളെ. നിന്ന് വാചകം അടിക്കാന്നല്ലാതെ ഒരു കാര്യത്തിന് ഇവളെ കിട്ടില്ല. ഇരിക്കെ. ഇനിയിപ്പോ ഈ കല്യാണത്തിരക്കില്ലേ, ഇവളുടെ കാര്യം കൂടി നമ്മൾ നോക്കേണ്ടി വരും. ഇങ്ങനൊരു മടിച്ച് ഈ ഭൂലോകത്തില്ല. ആ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട വേണി. എന്തടി നിനക്ക് ആകെ ഒരു ഉഷാറില്ലാത്തത്? യാത്ര കഴിഞ്ഞ് വരുമല്ലേ മോളെ, അതിന്റെ ക്ഷീണമായിരിക്കും. മോളെ, കല്യാണത്തിന് അപ്പച്ചൻ വരില്ലേ? അപ്പച്ചൻ മിക്കവാറും ഉണ്ടാവില്ല. 100 കൂട്ടം തിരക്ക അപ്പച്ചന്. എന്തായാലും നീ വന്നൂല്ലോ, എനിക്കത് മതി. പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷങ്ങള് ഒന്നും പറയാതിരിക്കുക നല്ലത്. എന്താടി, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ അത് പിന്നെ ദേ, നീ എന്താന്ന് വെച്ചാ കാര്യം തെളിച്ചു പറ. ഞാൻ നമ്മുടെ ലച്ചുവിനെ കണ്ടിരുന്നു. ഉവ്വോ, ഇവളുടെ കല്യാണക്കാരി അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അറിഞ്ഞു. അവൾക്ക് എന്നോട് പരിഭവം ഉണ്ടാവും. ഞാൻ അവളെ ക്ഷണിക്കാത്തതില്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ വിളിച്ചാൽ അവളുടെ വിഷമം കൂടി നമ്മൾ കാണേണ്ടി വരില്ലേ? അതേതായാലും നന്നായി. ഇനി അഥവാ ക്ഷണിച്ചാലും അവള് വരില്ല. അതെന്താ? വരാനൊരിക്കലും അവൾക്ക് കഴിയില്ല. എന്താ എന്താ അവൾക്ക് പറ്റിയത്?
സോഫി, എന്താ അവൾക്ക് പറ്റിയത്? അവളുടെ രാമനെ വേറൊരുത്തി സ്വന്തമാക്കാന്നറിഞ്ഞാൽ അതെങ്ങനെയാ അവൾക്ക് സഹിക്കാൻ കഴിയുക? സോഫി, നീ എന്തേ പറയുന്നേ? പറ, എന്താ നീ പറയുന്നേ? നീ അറിയാത്ത സത്യം, ലച്ചുവിന്റെ റാം നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന രഘുറാമാണ്. അവളുടെ വയറ്റിൽ വളരുന്നത് രഘുറാമിന്റെ കുഞ്ഞാണ്. അല്ല അല്ല, നോ, എന്റെ രഘുവേട്ടനല്ല അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ. ഞാൻ വിശ്വസിക്കില്ല. അവൾക്ക് ആള് തെറ്റിയതാ. എന്റെ രഘുവേട്ടൻ ഒരിക്കലും അവളെ നല്ല ആരെയും വഞ്ചിക്കില്ല. അവൾക്ക് തെറ്റ് പറ്റിയതാ. അല്ലേ സോഫി, അവൾക്ക് തെറ്റ് പറ്റിയതല്ലേ? അവൾക്ക് തെറ്റ് പറ്റിയതാ. അവൾക്ക് തെറ്റ് പറ്റിയതാ. നിനക്ക് തോന്നുന്നുണ്ടോ അവളുടെ റാം എന്റെ രഘുവേട്ടനായിരിക്കും? പറ സോഫി, പറ. എന്റെ രഘുവേട്ടനാണോ അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ? അതെ, അവള് പറഞ്ഞത് സത്യമാണ്. എല്ലാ കഥകളും അവൾ എന്നോട് പറഞ്ഞു. നിന്റെ രഘുവേട്ടന്റെ ഫോട്ടോ അച്ചടിച്ച കല്യാണം കത്ത് ആരോ അവക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കേട്ടില്ല അച്ഛൻ സോഫി പറഞ്ഞത്? ലച്ചുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്റെ രഘുവേട്ടനാണെന്ന്. എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ ഈ കേട്ട നേരാണോ? പറയാ, പറ. ഇങ്ങനെ കരഞ്ഞത് എനിക്ക് വയ്യ. നിന്റെ ഈ കരച്ചിൽ കാണാൻ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ അതോർത്ത് കരഞ്ഞിട്ടെന്താ? സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. ലച്ചു സംഗതികളെല്ലാം പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി. ഇതൊന്നും നിന്നെ അറിയിക്കരുതെന്നാ ഞാൻ ആദ്യം കരുതിയത്. പിന്നെ ആലോചിച്ചപ്പോ പറയാതിരിക്കാൻ മനസ്സെന്നെ അനുവദിച്ചില്ല. പോരാത്തതിന് ഇപ്പോഴെങ്കിലും ഇതറിയാൻ കഴിഞ്ഞല്ലോ. നിന്റെ വിവാഹത്തിന് ശേഷമാണ് നീ ഇതറിഞ്ഞിരുന്നെങ്കിലും ദൈവം നമ്മുടെ ഭാഗത്താ. അതുകൊണ്ടാ ലച്ചുവിനെ എനിക്ക് കാണാൻ തോന്നിയത്, നേരത്തെ ഈ വിവരങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടിപ്പോ നീയെങ്കിലും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ലച്ചുവിനെ പോലെ ആവില്ലേ നാളെ നിന്റെ ജീവിതം. എന്നാലും അയാൾ ഇത്രയ്ക്ക് വലിയ ചതിയനാണെന്ന് ഞാൻ കരുതിയില്ല. പാവം എന്റെ ലച്ചു, അവളുടെ ജീവിതം തകർത്തില്ലേ ആ നീചൻ. എന്നാലും അവളുടെ അനുഭവം നിനക്ക് വന്നില്ലല്ലോ. വിവാഹം മുടങ്ങിയെന്നുള്ള
ഒരു ദുഃഖമല്ലേ ഉള്ളൂ. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോഴായി എനിക്ക് വിഷമം. എന്റെ ഭാവിയെ കുറിച്ച് എന്നേക്കാൾ വലിയ സ്വപ്നങ്ങളായിരുന്നു എന്റെ അച്ഛന്. പക്ഷെ അതെല്ലാം ഇനി എങ്ങനെ എന്റെ അച്ഛൻ മറ്റുള്ളവരെ മുഖത്ത് നോക്കാം? പാവം, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനാവാത്ത എന്റെ അച്ഛന് ഞാൻ കാരണം ഈ അപമാനം സഹിക്കേണ്ടി വരാന്ന് പറയുമ്പോ സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം അവളുടെ രാമനെ വേറൊരുത്തി സ്വന്തമാക്കാന്നറിഞ്ഞാൽ അതെങ്ങനെയാ അവൾക്ക് സഹിക്കാൻ കഴിയുക? നീ അറിയാത്ത സത്യം, ലച്ചുവിന്റെ റാം നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന രഘുറാമാണ്. അവളുടെ വയറ്റിൽ വളരുന്നത് രഘുറാമിന്റെ കുഞ്ഞാണ്. കേട്ടില്ല അച്ഛൻ സോഫി പറഞ്ഞത്? ലച്ചുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്റെ രഘുവേട്ടനാണെന്ന്. സോഫി, സോഫി എന്റെ അച്ഛൻ. ഒന്നും സംഭവിക്കില്ല. വേണ്ട, എനിക്ക് അച്ഛനെ കാണണം. നമുക്ക് അവിടെ ഇരിക്കാം. ഒന്നും സംഭവിക്കില്ല വേണി. എനിക്ക് എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഡോക്ടർ, എങ്ങനെയുണ്ട് എന്റെ അച്ഛന്? മാസീവ് അറ്റാക്കാ. ഇപ്പോഴൊന്നും പറയാനാവില്ല. 24 hours ഒബ്സർവേഷൻ കിടക്കേണ്ടി വരും. എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണാൻ നോ പറ്റും? നോ, ഇപ്പോഴൊന്നും കടത്തിടാൻ പറ്റില്ല. സർ പ്ലീസ്, പ്ലീസ്, ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. ഞാൻ ഉടനെ ഇറങ്ങിക്കോളാം. പ്ലീസ് ഡോക്ടർ, പ്ലീസ്. നഴ്സ് ഒന്ന് പോയി കണ്ടോട്ടെ. താങ്ക് യു.